അർജുൻ ആയങ്കയ്ക്കെതിരെ കാപ്പ ചുമത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിച്ചു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായത് ചൂണ്ടിക്കാട്ടിയാണ് കാപ്പ ചുമത്തിയത്. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അർജുൻ ആയങ്കയ്ക്കെതിരെ കാപ്പ ചുമത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, അർജുൻ ആയങ്കയെ കാപ്പ ചുമത്തി ജയിലിൽ അടക്കാനുള്ള പോലീസ് റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചിരിക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി കഴിഞ്ഞ ദിവസമാണ് ഈ ആയങ്കയ്ക്കെതിരെ കാപ്പ ശുപാർശ ചെയ്തുകൊണ്ട് കളക്ടർ പി വിഷ്ണുരാജിന് റിപ്പോർട്ട് നൽകിയത്. ഇതാണ് ഇപ്പോൾ അംഗീകരിച്ച് ഉത്തരവായിരിക്കുന്നത്. 7 വർഷത്തിനിടെ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കാപ്പ ശുപാർശ ചെയ്തത്. നിലവിൽ പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിപ്പെടുത്തിയ കുറ്റത്തിന് ആയങ്കി റിമാൻഡിലാണ്. ഈ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ ചെയ്തിട്ടുള്ളത്. കാപ്പ ഉത്തരവ് ഉടൻ നടപ്പിൽ വരുത്തി ആയങ്കിയെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുമ്പാകെ ഹാജരാക്കാനും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും കണ്ണൂർ അഴീക്കോട് നുച്ചിത്തോട് സ്വദേശിയാണ് അർജുൻ ആയങ്കി. ഈ പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും ഭീഷണിപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ആയങ്കിയെ 4 ദിവസം അരിച്ചു പെറുക്കിയതിന് ശേഷമാണ് പിടികൂടാനായത്. ഇത് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടുകയും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. ഈ പിടികൂടിയതിന് ശേഷവും പോലീസിന് നേരെ തിരിയുന്ന അർജുൻ ആയങ്കിയാണ് നമ്മൾ കണ്ടത്. കടലിൽ കാണാതായവരെ കണ്ടെത്തിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകോപിതനാകുന്ന, നായയെ കൊന്ന കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസിനെതിരെ തിരിയുന്ന ഒരു അർജുൻ ആയങ്കിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് അർജുൻ ആയങ്കി പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്ക്, കാപ്പ ചുമത്തുന്നുള്ള നടപടിയിലേക്ക് പോലീസ് പോയത്. തളിപ്പറമ്പിലെ ഒളിത്താവളത്തിലായിരുന്നു നേരത്തെ അർജുൻ ആയങ്കി ഉണ്ടായിരുന്നത്. അവിടെ നിന്നും കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയപ്പോഴാണ് അർജുൻ ആയങ്കിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ അർജുൻ ആയങ്കി ജാമ്യത്തിനു വേണ്ടിയുള്ള ശ്രമവും നടത്തി വരികയാണ്. ആ ജാമ്യത്തിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി ജയിലിൽ അടക്കാനുള്ള ഒരു ഉത്തരവ് കളക്ടർ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. കൃഷ്ണേന്ദു.